സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തഖ്വയോടുകൂടി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കരുണാവാരിധിയായ ജഗന്നിയന്താവായ തമ്പുരാൻ അവന്റെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായ സുഹൃതവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേയധികം ആഴ്ചകളിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദിന്റെ വ്യത്യസ്തമായ ചില വീക്ഷണങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രായോഗികമായ ചില ഘടകങ്ങളുമൊക്കെയാണ് സൂചിപ്പിച്ചു വന്നത്. ഏറ്റവും ഒടുവിൽ ഓരോ മനുഷ്യന്റെയും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ അവന്റെ കുടുംബം, അവന്റെ ഇണകളും മക്കളും സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ ചേരുന്ന ഏറ്റവും വലിയ അനുഭൂതിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ഇടമായ കുടുംബം. ആ കുടുംബത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മനോഹാരിത എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതായിരുന്നു സൂചിപ്പിച്ചത്. അഥവാ നമ്മുടെ സംസ്കാരം രൂപീകരിക്കുന്നിടത്ത് നമ്മുടെ ഇണകളിലും മക്കളിലുമൊക്കെ നമസ്കാരം ഏറ്റവും സവിശേഷമായി സ്ഥാപിക്കപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നിടത്ത് നമ്മുടെ ഇണകളിലും മക്കളിലുമൊക്കെ തികഞ്ഞ ജാഗ്രതയും കരുതലും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നാം ഒരു പുതിയ വർഷത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. 2024 നമ്മളോട് വിട പറയുന്നു. 2025 എന്ന ഒരു പുതിയ വർഷം, പുതിയ ഒരു കലണ്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഓരോ വർഷവും ഇതുപോലെ പുതുവത്സരം നാം ഒക്കെയും കടന്നു പോകാറുണ്ട്. ചിലരൊക്കെ ആഘോഷപൂർവ്വം കടന്നു പോകാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്ന അവന്റെ അനിവാര്യമായ യാത്രയിൽ സമയം എന്ന് പറയുന്ന ഏറ്റവും മൂല്യവത്തായ ഒരു മൂലധനമുണ്ട്, ക്യാപിറ്റലുണ്ട്. എന്താണ് ഏറ്റവും മൂല്യവത്തായ മൂലധനം എന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമയമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഭൂമിയിൽ മനുഷ്യൻ ശരാശരി അവന്റെ പ്രായം അല്ലെങ്കിൽ അവന്റെ ആയുസ് എന്ന് പറയുന്നത് 60 വർഷമാണ്. 60 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ 21,900 ദിവസങ്ങളാണ് അവന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. അത് ഞാൻ നിങ്ങൾ മണിക്കൂറുകളാക്കി ഒരല്പം കൂടി വിപുലീകരിച്ച് മനസ്സിലാക്കിയാൽ ഏതാണ്ട് 5,22,000 മണിക്കൂറുകൾ നാം കടന്നു പോകും. ഇത് ഭൂമിയിൽ 60 വർഷക്കാലം ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യമാണ്. ആ 60 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഏതാണ്ട് 15 വയസ്സ് വരെയുള്ള അവന്റെ ബാല്യവും കൗമാരവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാലം. വലിയ ബാധ്യതകളില്ലാതെ, വലിയ ബോധ്യങ്ങളില്ലാതെ, വലിയ തിരിച്ചറിവുകളോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാതെ ചെലവഴിക്കപ്പെടുന്ന ഒരു 15 വർഷം. ബാക്കി അവന്റെ ജീവിതത്തിൽ അവന് കിട്ടാൻ പോകുന്ന 45 വർഷം
നമ്മൾ ആലോചിച്ച് നോക്കുക, അതിൽ തന്നെയും ഏതാണ്ട് പകുതിയോളം സമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നവരാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ ആയുസിന്റെ നല്ലൊരു ശതമാനം ഉറങ്ങാനും കളിയും ചിരിയും തമാശയും വിനോദവും ആസ്വാദനങ്ങളും അങ്ങനെ പല മേഖലകളിൽ വിനിയോഗിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിലെ സമയം എന്ന് പറയുന്ന ഏറ്റവും മൂല്യവത്തായ ഈ മൂലധനത്തിൽ നിന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനുള്ള മുതൽക്കൂട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സമർപ്പിക്കാനുള്ള സമ്പാദ്യം, അതിന് ഈ മനുഷ്യന് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്, പരിമിതമാണ്. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാലം അനുവദിച്ചു തന്നിരിക്കുന്നു എന്നത് നമുക്ക് നിശ്ചയമില്ലാത്ത സംഗതിയാണ്. ഒരുപക്ഷെ ചിലർക്ക് 60-ൽ കൂടുതൽ കിട്ടിയേക്കാം, ചിലർക്ക് 60-ൽ കുറവും കിട്ടിയേക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന, നമ്മളോടൊപ്പം സമയം ചിലവഴിച്ചിരുന്ന, നമ്മളോടൊപ്പം പല മേഖലകളിൽ ഇടപഴകിയിരുന്ന എത്രയോ ആളുകൾ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ കൂട്ടത്തിൽ കൊച്ചുകുട്ടികളുണ്ട്, മധ്യവയസ്കരുണ്ട്, യുവാക്കളുണ്ട്, വാർദ്ധക്യത്തിലേക്ക് എത്തിയവരുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരുന്നു ആയുസിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ വ്യത്യസ്തമായ ആയുർദൈർഘ്യം ഉണ്ടായിരിക്കെ തന്നെ മനുഷ്യൻ അവന്റെ സമയം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന മർമ്മപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നഷ്ടങ്ങളെ ആസ്വദിക്കുന്ന, നഷ്ടങ്ങളെ ആഘോഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമോ? 2025 പുതിയൊരു വർഷം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു. പുതിയൊരു വർഷം നമ്മൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്ന് 365 ദിവസം കൂടി എന്റെ മരണത്തിലേക്ക് ഞാൻ അടുത്തു എന്നാണ്, എന്റെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. എനിക്കറിയില്ല, ഞാൻ 60 വയസ്സ് വരെ ജീവിക്കും എന്നുണ്ടെങ്കിൽ എന്റെ ഒരവസ്ഥയിൽ ഞാൻ പറഞ്ഞാൽ, എന്റെ ഈ 45-ാമത്തെ വയസ്സിലേക്ക് ഞാൻ കടക്കുമ്പോൾ 16,800-ലധികം മണിക്കൂറുകൾ എന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. 60 വയസ്സ് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അനുഗ്രഹിച്ചാൽ, എന്നെ അനുവദിച്ചാൽ, ഇനി എന്റെ മുന്നിൽ ബാക്കിയുള്ളത് ഏതാണ്ട് 5,800-ൽ പരം മണിക്കൂറുകളാണ്. എന്ന് പറഞ്ഞാൽ 2/3 ഭാഗം ആയുസ്സിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആഘോഷപൂർവ്വം അങ്ങനെ സ്വീകരിക്കാൻ കഴിയുക? ജനുവരി എന്നുള്ള ഒരു മാസം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ജനുവരി എന്ന് പറഞ്ഞാൽ റോമൻ സംസ്കാരത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു പദമാണ്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം റോമൻ ഭാഷയിൽ ആ പദത്തിന്റെ അർത്ഥം വാതിൽ എന്നാണ്, അല്ലെങ്കിൽ പ്രവേശന കവാടം എന്നാണ്. സൂര്യന്റെ ഉദയത്തിന്റെ ദേവനെയും അസ്തമയത്തിന്റെ ദേവനെയും കുറിക്കാൻ അവർ പ്രയോഗിച്ചിരുന്നത് ജാനത്ത് എന്ന് പറയുന്ന ഒരു പദമാണ്. ആ ജാനത്ത് എന്ന് പറയുന്ന ദൈവസങ്കല്പത്തിന് 2 മുഖമുണ്ട്. ഒന്ന് മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതും ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതും. അങ്ങനെയാണ് ജനുവരി എന്ന പദം രൂപപ്പെടുന്നത്. അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയ ഒരു വർഷത്തെക്കുറിച്ച് വിലയിരുത്താനും വരാൻ പോകുന്ന ഒരു വർഷത്തെ കൃത്യമായി ആസൂത്രണം ചെയ്യാനുള്ള അവസരമെന്നാണ് യഥാർത്ഥത്തിൽ ആ പദം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. എന്നല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടങ്ങളെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോയിരിക്കുന്നു, ഒരു വർഷം കൂടി മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു, ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എല്ലാം ആഘോഷങ്ങളാണ്. ആഘോഷിക്കാൻ വേണ്ടിയിട്ട് രസകരമായ ഒരു ആഘോഷം ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു. പല ആഘോഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാഹം ഉറപ്പിക്കുമ്പോൾ സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ആയിക്കൊണ്ടും ക്ഷണക്കത്തുകളുടെയൊക്കെ രൂപം മാറിപ്പോയല്ലോ. വിവാഹം ഉറപ്പിക്കുമ്പോൾ സേവ് ദി ഡേറ്റ് ആണ്.
പിന്നെ വിവാഹം നടക്കുമ്പോൾ അത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, ക്യാമറാമാന്മാരുടെ ആസൂത്രണത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് വിവാഹം എന്ന് പറയുന്നത്. അതിനുശേഷം അല്പം കൂടി കഴിഞ്ഞാൽ പിന്നെ വിവാഹിതരായ ഈ വധുവും വരനും കൂടിയുള്ള ഹണിമൂൺ യാത്രയുടെ പ്രകടനങ്ങളാണ്. അതും കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസിയുടെ ഫോട്ടോഷൂട്ടായി, പിന്നീട് പ്രസവത്തിന്റെ ആ കുഞ്ഞിൻ്റെതായി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്നത് ഡൈവോഴ്സിന്റെ ഫോട്ടോഷൂട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ സമൂഹം മനുഷ്യന്റെ ആഘോഷിക്കാനുള്ള ഈ ഒരു ത്വരയുണ്ടല്ലോ, അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഡൈവോഴ്സിന്റെ ഫോട്ടോഷൂട്ടിൽ താനും ഇതുവരെ തന്നോടൊപ്പം കഴിഞ്ഞിരുന്ന, ഒരു കാലത്ത് ഏറ്റവും സ്നേഹപൂർവ്വം കഴിഞ്ഞുകൂടിയിരുന്ന, എന്നാൽ ഇപ്പോൾ തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഭർത്താവിന്റെ ചിത്രവും കത്തിച്ച് കളഞ്ഞുകൊണ്ട് കേക്ക് മുറിച്ച് മറ്റ് പല ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. അപ്പൊ ആഘോഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമായി മാറി, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു സംസ്കാരമായി മാറി എന്നിടത്താണ് നമ്മളുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വർഷം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആത്യന്തികമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും മർമ്മപ്രധാനമായ ഒന്ന് അവന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മരണത്തിന്റെ മാലാക അഥവാ ഓരോ മനുഷ്യന്റെയും ആയുസ്സിന്റെ ദൈർഘ്യം എവിടെ വരെ എത്തി എന്നത് ചോദിച്ചാൽ നമ്മുടെ സമയമായിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് മുൻപേ സമയമായ ധാരാളം ആളുകൾ ഒരു യാത്ര പോലും പറയാനുള്ള അവസരമില്ലാതെ അവർ കടന്നു പോകുന്നു. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, യാ ഇബ്ന ആദം, മനുഷ്യ, ഇന്നമാ അൻത അയ്യാം, ഈ സമയം അവനോട് പറയുകയാണ്, ഞാൻ ചില ദിവസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നിന്റെ ആയുസ് എന്ന് പറയുന്നത് ചില സമയങ്ങൾ മാത്രമാണ്, ചില ദിവസങ്ങൾ മാത്രമാണ്. ഇദാ ദഹബ യൗമുൻ ദഹബ ബഅ്ലുക്, ഒരു ദിവസം നിന്നിൽ നിന്ന് കഴിഞ്ഞു പോയാൽ അതിന്റെ അർത്ഥം നിന്റെ ആയുസ്സിൽ നിന്ന് ചിലത് കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യൻ അയാളുടെ 20ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചാൽ അതിന്റെ അർത്ഥം ആ മനുഷ്യനിലെ 19കാരൻ മരിച്ചു പോയിരിക്കുന്നു, 19കാരൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഓരോ വർഷവും അവന്റെ ആയുസ് കുറഞ്ഞു വരുന്നു എന്നത് തന്റെ മരണത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ ജീവിതമാകുന്ന വാഹനം ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മരണമാകുന്ന മറ്റൊരു വാഹനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരണമാകുന്ന വാഹനവും നിങ്ങളുടെ ജീവിതമാകുന്ന വാഹനവും ഒരു കൃത്യമായ പോയിന്റിൽ വന്ന് സംഗമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവസരമില്ല. പിന്നെ നിങ്ങൾ മരണത്തിന്റെ വാഹനത്തിൽ കയറിയിട്ട് നിങ്ങളുടെ ആത്മാക്കളുടെ ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ ഈ ദുനിയാവിൽ അവസാനിച്ചു പോകുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നു. അഥവാ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഓരോ ദിവസവും ഓരോ മനുഷ്യരോടും മനുഷ്യന്റെ ഹൃദയമിടിപ്പ് അവനോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യ, നീ ഇങ്ങനെ കൈവച്ച് നോക്കിയാൽ അറിയാൻ കഴിയുന്ന നിന്റെ ഹൃദയമിടിപ്പ് നിന്നോട് പറയുന്നുണ്ട്, മനുഷ്യ, ദഖാത്തു ഖൽബുൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖാത്തികുൻ വസവാനി. തീർച്ചയായും ജീവിതം എന്ന് പറയുന്നത് ഏതാനും ചില മിനിറ്റുകൾ മാത്രം, അല്ലെങ്കിൽ ഏതാനും ചില നിമിഷങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹ് പണ്ഡിതനാണ്. അദ്ദേഹം സൂര്യന്റെ ഉദയത്തെയും അസ്തമയത്തെയും ചേർത്ത് വെച്ചുകൊണ്ട്, ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ അതിരാവിലെ നിർവഹിക്കുന്ന നിങ്ങളുടെ പ്രഭാത നമസ്കാരമുണ്ടല്ലോ, നിങ്ങളുടെ സുബഹി നമസ്കാരമുണ്ടല്ലോ, ആ സുബഹി നമസ്കാരം നിങ്ങളുടെ ജനനത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ ഒന്നുമല്ലാതിരുന്നിടത്തു നിന്ന് പ്രഭാതത്തിന്റെ കിരണങ്ങൾ പൊട്ടിവിടരുന്നത് പോലെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അഥവാ നിങ്ങളുടെ ജനനത്തെക്കുറിച്ച് സുബഹി നമസ്കാരം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മുഹർ നമസ്കാരമാകട്ടെ കത്തിജ്വലിക്കുന്ന ആ സൂര്യന്റെ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്ന തീക്ഷ്ണമായ ആ സമയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ യൗവനത്തെക്കുറിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കടലും ചാടിക്കടക്കാമെന്ന ആവേശത്തിന്റെ, വലിയ ആർജവത്തിന്റെയും തന്റേടത്തിന്റെയും യൗവനത്തെക്കുറിച്ചാണ് മുഹർ നമസ്കാരം നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അസ്ർ നമസ്കാരമാകട്ടെ ശാന്തതയുടെ, സമാധാനത്തിന്റെ, ശരീരത്തിൽ ചുളിവുകൾ ബാധിച്ച
ജരാനരകൾ ബാധിച്ച വാർദ്ധക്യത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അഥവാ ഇനി ജീവിതത്തിൽ അധിക ദൂരമില്ല എന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ ശരീരത്തിന്റെ ചുളിവുകൾ, ജരാനരകൾ എന്ന് നാം പറയാറുണ്ടല്ലോ. അപ്പൊ അസർ നമസ്കാരം എന്നത് നിങ്ങളുടെ വാർദ്ധക്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. മഗ്രിബ് എന്നത് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അഥവാ അസ്തമയത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കുന്നില്ല, അസ്തമിച്ച് മറയുകയാണ്. ആ അസ്തമയ സൂര്യൻ മറഞ്ഞു പോകുന്നത് പോലെ നിങ്ങളും മരണത്തിലേക്ക് ചേക്കേറേണ്ടിയിരിക്കുന്നു എന്ന് മഗ്രിബ് നമസ്കാരം നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അതിനുശേഷമുള്ള ഇശാ നമസ്കാരം എന്ന് പറയുന്നത് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നിങ്ങളുടെ മരണത്തിന് ശേഷം ഏതാനും ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് ഓർക്കും, അവർ നിങ്ങളെക്കുറിച്ച് പറയും, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബാദികൾ നിങ്ങളുടെ വേർപാടിനെ കുറിച്ച്, ആ വേദനയെക്കുറിച്ച്, ആ നഷ്ടത്തെക്കുറിച്ച് കുറച്ചു കാലം അവരുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കുടുംബാദികൾ മറക്കുന്നതിന് മുൻപേ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെക്കുറിച്ച് മറക്കും. നിങ്ങളുടെ കുടുംബാദികൾ സാവധാനത്തിൽ നിങ്ങളെക്കുറിച്ച് മറക്കും. പലപ്പോഴും നമ്മുടെ സഹധർമ്മിണികൾ പോലും നമ്മളോട് ചോദിക്കും, നിങ്ങളില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ആശങ്കിക്കുന്നു, നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ, നിങ്ങളില്ലാത്ത ഒരു ശൂന്യതയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വിട പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അധികം കഴിയുന്നതിന് മുൻപ് നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ ബന്ധുക്കൾ ഓരോരുത്തരായി നമ്മളെ മറന്നു കളയുന്നു. ഇശാ നമസ്കാരത്തെ കുറിച്ച് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്, സാവധാനത്തിൽ വിസ്മൃതിയിലേക്ക് പോകുന്ന, മരണപ്പെട്ടു പോയ നിന്നെ പോലെയാണ് ഇശാ നമസ്കാരത്തിന്റെ ഇരുട്ട് സാവധാനത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നത്. ആ പ്രവേശിച്ച് ഇരുട്ട് കനം വെക്കുന്നത് പോലെ നീ പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് കണ്ടുപോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം, ഓരോ നഷ്ടവും, ആയുസ്സിന്റെ നഷ്ടത്തെ ആഘോഷിക്കാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു വർഷം കൊഴിഞ്ഞു പോയപ്പോ മരണത്തോടത്രയും അടുത്തപ്പോ ആ നഷ്ടത്തെ ആഘോഷിക്കാൻ മുൻകൈയെടുക്കുന്ന ആളുകൾ, ആഘോഷത്തിന്റെ വലിപ്പം എന്നത് മദ്യവിൽപ്പനയുടെ വലിപ്പം കൊണ്ടാണ് ഇന്ന് വിലയിരുത്തുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു വർഷം നമ്മുടെ നാട്ടിലെ ആളുകൾ മുഖ്യാഹാരമായ അരി വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് കേവലം ഒരു ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഔദ്യോഗികമായ കണക്ക് പ്രകാരമുള്ള മദ്യത്തിന്റെ വിൽപ്പന എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഔദ്യോഗികമായ കണക്കുകൾ. അനൗദ്യോഗികമായ ലഹരി ഉപയോഗത്തിന്റെ നമ്മുടെ കാണാക്കയങ്ങളിലുള്ള അപ്പുറമുള്ള വിശാലമായ ചിലതുണ്ടാകും. അതിന്റെ കണക്കുകളെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അഥവാ ആഘോഷം എന്നത്, അതിന്റെ പൊലിമ എന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട്, മദ്യത്തിന്റെ വിൽപ്പന കൊണ്ട്, പൊലിമ കൊണ്ടൊക്കെ അളക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംഗതികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഹംസൻ ഖബല ഹംസൻ, നമുക്ക് സുപരിചിതമായ ഒരു ഹദീസ്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 5 അനുഗ്രഹങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ ഉപയോഗപ്പെടുത്താതെ ഒരു മൂലയിൽ മാറ്റിവെക്കേണ്ട അനുഗ്രഹങ്ങളല്ല, നിങ്ങൾ ഉപയോഗപ്പെടുത്താതെ മറ്റാർക്കെങ്കിലും ദാനം ചെയ്യാൻ കഴിയുന്ന അനുഗ്രഹങ്ങളല്ല, നിങ്ങൾക്ക് മാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, ഓരോ മനുഷ്യനും തനിക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന 5 അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തേത് യഹ്തനിം ഹയാതക ഖബല മൗതിക്, നിന്റെ ജീവിതം, നിന്റെ മരണത്തിന് മുൻപുള്ള നിന്റെ ജീവിതമുണ്ടല്ലോ, ആ ജീവിതമാകുന്ന അനുഗ്രഹത്തെ നീ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്ന, സുദീർഘമായ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ, മറുപടി ബോധിപ്പിക്കാതെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യങ്ങളെ ചോദിച്ചിട്ടല്ലാതെ, അതിന്റെ മറുപടികൾ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഒരടിമയുടെയും കാലടികൾ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അതിൽ സുപ്രധാനമായ ഒരു ചോദ്യം എന്ന് ചോദിച്ചാൽ അവന്റെ ആയുസ്സിനെ കുറിച്ചാണ്. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന ഒരു ചോദ്യമുണ്ട്.
നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു നൽകിയ നിർണിതമായ ഒരു കാലയളവുണ്ടായിരുന്നല്ലോ. ആ കാലയളവിൽ നിനക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് നിന്റെ കുടുംബത്തോടൊപ്പം നിന്റെ ഇടകളോടൊപ്പം നല്ല ആരോഗ്യത്തോടുകൂടി നീ കഴിഞ്ഞുകൂടിയിരുന്നല്ലോ. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. അല്ലാഹുവേ, ഞാൻ 5 നേരം നമസ്കരിച്ചു. ശരിയാണ്, ആയുസ്സിൽ 5 നേരം നമസ്കരിച്ചിട്ടുണ്ട്. നമസ്കാരത്തിന് വേണ്ടി നാം ഓരോ ദിവസവും എത്ര സമയമാണ് മാറ്റിവെച്ചത് എന്ന് ചോദിച്ചാൽ ഏറെ കവിഞ്ഞാൽ 24 മണിക്കൂറിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് 5 നേരത്തെ നമ്മുടെ നമസ്കാരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരിക്കുന്നു. എത്ര സമയം നാം വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് ചോദിച്ചാൽ അരമണിക്കൂർ വീതം ഓരോ ദിവസവും മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂർ കൂടി അതിലേക്ക് ചേർക്കപ്പെടുന്നു. അങ്ങനെ നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വരച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ആയുസ്സിൽ നിന്ന് എത്ര സമയം നമ്മൾ വിനിയോഗിച്ചു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ അധ്വാനത്തിന് വേണ്ടി, മറ്റനേകം കാര്യങ്ങൾക്ക് വേണ്ടി, സൗഹൃദങ്ങൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകൾ നാം മാറ്റിവെക്കുമ്പോഴും അതൊക്കെ നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞു പോയവയാണെന്നും ആ ആയുസ്സിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ചത് എത്രയാണ് എന്നും ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ ആരോഗ്യമുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോകാവുന്ന, ഒരു ബെഡിൽ ഒതുങ്ങിപ്പോകാവുന്ന, കിടന്ന കിടപ്പിലായി പോകാവുന്ന, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയാത്ത വിധം രോഗപീഠകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷം നിനക്ക് സംഭവിച്ചേക്കാം. ആ സമയത്ത് കഴിഞ്ഞുപോയ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടി നടന്നിരുന്ന, നല്ല ചുറുചുറുക്കോടിൽ കൂടി നടന്നിരുന്ന ഒരു സമയം എനിക്ക് കഴിഞ്ഞു പോയല്ലോ, ആ സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഖേദപൂർവ്വം വിലപിച്ചാൽ പ്രയോജനമില്ലാതായി പോകും. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ആ ആരോഗ്യത്തെ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നിടത്ത്, ആ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്റെ റബ്ബ് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ഞാൻ എത്ര വിനിയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ബോധ്യമുണ്ടാകണം. വിശേഷിച്ച് ചെറുപ്പക്കാരായ ചില നല്ല സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ചിലപ്പോൾ നമ്മളൊക്കെ ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി. ചിലപ്പോൾ ചില ആളുകളുടെ വേഷവിധാനം കാണുമ്പോൾ, അവരുടെ തലമുടി കാണുമ്പോൾ, അവരുടെ കയ്യിൽ ധരിച്ചിട്ടുള്ള ചില വളകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അവരേതോ ഒരു ലോകത്ത് അള്ളാഹുവിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നവരാണ് എന്ന് കരുതും. ഈ പള്ളിയിൽ ഒരു ദിവസം ഒരു 10:30 മണിക്ക് ഞാൻ കയറി വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ, മുടിയൊക്കെ നീട്ടി വളർത്തിയ, കയ്യിലൊരു വളയൊക്കെ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് നമസ്കരിക്കുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ആ ചെറുപ്പക്കാരൻ സുബഹി നമസ്കാരം വിട്ടുപോയിട്ട് സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കുമെന്ന് ഞാൻ കരുതി. ആ ചെറുപ്പക്കാരനെ വിളിച്ച് പരിചയപ്പെട്ടപ്പോ അവസാനം ഞാൻ അവനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനാപൂർവ്വം അവനെ ഞാൻ യാത്രയാക്കി. കാരണം ആ ചെറുപ്പക്കാരൻ 10:30 മണിക്ക് എവിടെയാണെങ്കിലും, 10:11 മണിക്ക് എവിടെയാണെങ്കിലും ലുഹാ നമസ്കാരത്തിന് വേണ്ടി അവൻ സമയം കണ്ടെത്തുന്നു. അവന്റെ വസ്ത്രം കണ്ടാൽ, അവന്റെ കയ്യിലെ വള കണ്ടാൽ, അവന്റെ തലമുടി കണ്ടാൽ ഏതോ ഒരു ലോകത്താണ് എന്ന് നാം തെറ്റിദ്ധരിച്ചേക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ആരോഗ്യമുള്ളപ്പോ ആ 10:30 മണിക്ക് നല്ല യൗവനത്തിന്റെ സമയത്ത് ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് പള്ളിയിൽ വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, ലുഹാ നമസ്കരിക്കാൻ ഒരു ചെറുപ്പക്കാരന് കഴിയുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനാണ് അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. ഞാൻ പറയുന്നത്, നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് ആ ആരോഗ്യത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണം. ആരോഗ്യമുള്ളപ്പോ ഒരുപാട് അടിച്ചു പൊളിച്ചതിനു ശേഷം രോഗാതുരമായി കിടക്കുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വിലപിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് ആരോഗ്യം ഉപയോഗപ്പെടുത്താത്തതിന്റെ പരീക്ഷണങ്ങളിലൂടെയാണ് നാം കടന്നു പോകേണ്ടി വരുന്നത് എന്നതായിരിക്കും. മൂന്നാമത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വശബാബക ഖബല ഹറമിക്, നിന്റെ വാർദ്ധക്യത്തിന് മുൻപുള്ള, നിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തി ഒന്നും ചെയ്യാൻ കഴിയാതായി പോകുന്ന അവസരത്തിന് മുൻപുള്ള നിന്റെ യൗവനമുണ്ടല്ലോ,
ആ യൗവനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് കരുതി വെക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച യുവാക്കളെ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച യുവാക്കളെ, അള്ളാഹുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച യുവാക്കളെ, അള്ളാഹുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആ യുവാക്കളെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തണലും നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, എല്ലാ തണലുമില്ലാത്ത ഒരു തണലുമില്ലാത്ത ഘട്ടത്തിൽ അർശിന്റെ തണലുകൊണ്ട് സവിശേഷമായി പരിഗണിക്കുന്ന ഒരു കൂട്ടരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന് വേണ്ടി കരഞ്ഞ യൗവനത്തിലെ കണ്ണുകൾ. അള്ളാഹുവിന് വേണ്ടി കരഞ്ഞു എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ അബദ്ധങ്ങളെ കുറിച്ചോർത്ത്, അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചോർത്ത്, നരകത്തെ കുറിച്ചോർത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളിൽ ഈറനണിഞ്ഞ യുവാക്കളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ആരോഗ്യമുള്ള യൗവനത്തിന്റെ കാലത്തെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള യൗവനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിന്റെ ദാരിദ്ര്യത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള നിന്റെ ധനം ഉപയോഗിക്കാൻ കഴിയുന്ന ഐശ്വര്യത്തിന്റെ ഒരു സന്ദർഭമുണ്ടല്ലോ, നിന്റെ കയ്യിൽ ഉള്ളതിൽ നിന്ന് ചിലവഴിക്കാൻ കഴിയുന്ന ഒരു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഘട്ടത്തിൽ നിന്ന് ഒരുപക്ഷെ പിന്നീട് ദാരിദ്ര്യത്തിലേക്ക് മടങ്ങിപ്പോയേക്കാം. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഇന്ന് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചതിന്റെ പേരിൽ ദാരിദ്ര്യത്തിലേക്ക് പോയിട്ടില്ല. ബിസിനസ് ചെയ്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് പോയിട്ടുണ്ട്. കച്ചവടം ചെയ്തതിന്റെ പേരിൽ, കച്ചവടത്തിൽ പിന്നെയും ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദരിദ്രനായി പോയി എന്ന്, അയാളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ചരിത്രത്തിൽ എവിടെയും അല്ല വർത്തമാനത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല എന്നതാണ്. അപ്പോ നമ്മുടെ കൈവശം ഉള്ളതിൽ നിന്ന് അത് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക എന്ന് ദാരിദ്ര്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏറ്റവും അവസാനം അഞ്ചാമതായിട്ട് പറയുന്നത് നിന്റെ ഒഴിവ് സമയങ്ങളുണ്ട്. നീ ജോലിയിൽ വ്യാപൃതനാകുന്ന തിരക്കുകൾക്കിടയിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടേണ്ടി വരുന്ന, അതിനു മുൻപ് നിനക്ക് കിട്ടുന്ന നിന്റെ ഒഴിവ് സമയങ്ങളുണ്ട്. ആ ഒഴിവ് സമയങ്ങളിൽ ഒരല്പ സമയമെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നമ്മളിന്ന് സോഷ്യൽ മീഡിയക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയവും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയവും ഒന്ന് തട്ടിച്ചു നോക്കുക. ഏതാണ് കൂടുതലെന്ന് ചോദിച്ചാൽ നമ്മുടെ മൊബൈലിന് വേണ്ടി നാം മാറ്റിവെക്കുന്ന ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന് വേണ്ടി നാം മാറ്റിവെക്കുന്ന സമയമാണ് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നതിന്റെ എത്രയോ മടങ്ങ് ഇരട്ടിയായിട്ട് നാം ചിലവഴിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോ ഒഴിവ് സമയങ്ങളെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണണമെന്ന് പഠിപ്പിക്കുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് അധികം ആളുകളും വഞ്ചിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് നൽകുകയുണ്ടായിരുന്നു. എന്താണ് രണ്ട് അനുഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാൽ അധികം ആളുകളും വഞ്ചിതരായി പോയ ആ രണ്ട് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒഴിവ് സമയവും ആരോഗ്യവുമാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഥവാ ഈ ഒരു 5 കാര്യങ്ങളെ കുറിച്ച് മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്, പല ആവർത്തി സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെയും അത് ഓർമ്മപ്പെടുത്തുന്നത് ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞു പോയതിനെ വിലയിരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, മരണത്തിന് മുൻപുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ രോഗത്തിന് മുൻപുള്ള ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ വാർദ്ധക്യ മുമ്പുള്ള യൗവനത്തെ കുറിച്ച്, നമ്മുടെ ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പന്നതയെ കുറിച്ച്, നമ്മുടെ ജോലി തിരക്കുകൾക്ക് മുമ്പുള്ള നമ്മുടെ ഒഴിവ് സമയങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അതിനപ്പുറം നേരത്തെ ഞാൻ ഏറ്റവും ആദ്യം ഓതി വെച്ച സൂറത്തുൽ മാഇദയിലെ 100ാമത്തെ ഒരു സൂക്തമുണ്ട്. പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞേക്കണം, ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. എത്ര വലിയ ആഘോഷങ്ങൾ നടന്നാലും, എത്ര ആൾക്കൂട്ടമുണ്ടായാലും, എത്ര മനോഹരമായി നിങ്ങൾ കാണാൻ കഴിഞ്ഞാലും നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഹബീസ്, ഈ മ്ലേച്ഛതയുടെ, ഈ ജാഹിലിയ്യത്തിന്റെ ആധിക്യം അതെത്ര തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും നമുക്ക് അത്ഭുതമാണ്. നമ്മൾ കാണുന്ന ഓരോന്നും ആകർഷകമാണ്, ഓരോന്നും മനോഹരമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ ജാഹിലിയ്യത്തുണ്ടല്ലോ, എത്ര തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ആ ജാഹിലിയ്യത്തും നന്മയും തിന്മയും തമ്മിൽ, അല്ലെങ്കിൽ നല്ലതും ചീത്തയും തമ്മിൽ ഒരിക്കലും സമമാവുകയില്ല. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലയോ ബുദ്ധിയുള്ളവരെ
നിങ്ങൾ അല്ലാഹുവിനെയാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാനുള്ളവരാണ്, നിങ്ങൾ വിജയത്തിലേക്ക് മുന്നേറേണ്ടവരാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ ജീവിതത്തെക്കുറിച്ചും, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും, സാംസ്കാരികമായ ഓരോ തിന്മകൾ ഇങ്ങനെ കടന്നു വരുമ്പോ, ജാഹിലിയത്തുകൾ ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരുമ്പോ, ആ ജാഹിലിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 5 നിർദ്ദേശങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ പ്രത്യേകമായി വസിയത്ത് ചെയ്യാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ ഇഷ്ടം നേടിയെടുക്കാൻ കഴിയുന്ന, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു മുന്നോട്ട് പോകാൻ കഴിയുന്ന, അവന്റെ കാരുണ്യം നേടിയെടുക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.